ശ്രീ ഷാഫി ചാലിയം, ഈ മന്ത്രിയുടെ വാക്കുകൾ താങ്കൾ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. സ്കൂളുകളിൽ മതപ്രാർത്ഥനകൾ ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നീക്കം തുടങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അന്യമതങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റ് മതങ്ങളിലെ കുട്ടികളെ നിർബന്ധിച്ച് ചൊല്ലിപ്പിക്കുന്നത് ശരിയല്ല എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. ശിവൻകുട്ടി നിങ്ങൾക്ക് തന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. അതെ, ഇതിനോട് ആദ്യം നിങ്ങൾ അഭിപ്രായം തേടേണ്ടത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷോടാണ്, പിന്നെ മുഖ്യമന്ത്രിയോടാണ്. ഇവര് രണ്ടും ശിവൻകുട്ടിയുടെ അഭിപ്രായം എൻഡോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എങ്കിലേ നമുക്ക് അതിനോട് മറുപടി പറയാൻ പറ്റുള്ളൂ. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് സ്കൂളുകളിലെ സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെ, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതൊക്കെ സമ്മതിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു മനുഷ്യനാണ്. നിയമസഭയിൽ അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയത് നമുക്കറിയല്ലോ. അപ്പൊ അതൊക്കെ കണ്ട് വിട്ടാളാ. അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ ശ്രീ ഷാഫി ചാലിയം. ഈ സ്കൂളുകൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ട, അല്ലെങ്കിൽ ആ സ്കൂളുകളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്റെ ഏറ്റവും പ്രഥമ വ്യക്തിയാണ് അദ്ദേഹം. തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള ചർച്ചകൾ തുടങ്ങണം, അതിനുള്ള നീക്കം വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങുന്നു എന്ന കാര്യം. അതെ, വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായത്തോട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായം എന്താണ് അതറിയണ്ടേ? മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അറിയണ്ടേ? സർക്കാരിന്റെ അഭിപ്രായം അറിയണ്ടേ? അതൊന്നും അറിയാതെ ഒരു മന്ത്രി നടത്തിയ ഒരു ചാനൽ അഭിമുഖത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയും? കാരണം പ്രാർത്ഥനകൾ എന്ന് പറയുന്ന CPM അല്ല തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ആണ് തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് വിവരമില്ലായിട്ടാ. കാരണം വിദ്യാഭ്യാസ മന്ത്രിയാണ്, അദ്ദേഹം ഒറ്റക്കാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. ഇടതുപക്ഷ ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്നുള്ളത് ഇടതു മുന്നണിയാണ് തീരുമാനിക്കുന്നത്. ഇടതു മുന്നണി എന്ത് ചെയ്യണം എന്നുള്ളത് CPM ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവരെ പാർട്ടിയിട്ട് ആലോചിക്കാതെ ഒരു നയം വ്യക്തിപരമായ ഒരു വിദ്യാഭ്യാസ മന്ത്രി നിങ്ങൾക്ക് ശിവൻകുട്ടി പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതിനെക്കുറിച്ച് അവരുടെ പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാം, അതറിയണ്ടേ? പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് MV ഗോവിന്ദനോട് നമുക്ക് ചോദിക്കാം. പക്ഷെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാഴ്ചപ്പാട് ഇതാണ് എന്ന് പറയുമ്പോൾ ആ കാഴ്ചപ്പാടിനോട് താങ്കൾക്ക് പ്രതികരിക്കാമല്ലോ. ആ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ കേരളത്തിൽ UDF ഗവൺമെന്റ് ആകട്ടെ LDF ഗവൺമെന്റ് ആകട്ടെ ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കണമൊക്കെ കൂടുതലും സാമുദായിക സംഘടനകൾക്കാണ്. NSS, SNDP, കത്തോലിക്ക സഭ, അതുപോലെ തന്നെ മുസ്ലിം സമുദായ സംഘടനകൾ, ഇവർക്കൊക്കെയാണ് ഇത് അനുവദിക്കുന്നത്. അപ്പൊ ഇവരെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ സമുദായത്തിന്റെ പ്രാർത്ഥനകൾ കണ്ടേക്കാം. അത് മറ്റു കുട്ടികളോട് ചെല്ലണമെന്ന് ഫോഴ്സ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇതുവരെ ഇല്ല. അപ്പൊ ഞാൻ പഠിച്ചൊരു സ്ഥാപനം ചാലിയം ഉമ്പിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ, അത് തന്മിയത്തുൽ ഇസ്ലാം സംഘം എന്ന ഒരു ഇസ്ലാമിക സ്ഥാപനം നടത്തുന്നതാണ്. അവിടെ അറബിയിലുള്ള ഒരു പ്രാർത്ഥന ഉണ്ട് രാവിലെ. ആ പ്രാർത്ഥന മറ്റു സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ആരും ചെല്ലാറില്ല. അവർ ആദരവോടും എഴുന്നേറ്റ് നിൽക്കും. അവരോട് ചെല്ലാൻ നിർബന്ധിക്കാറില്ല. ഇത് ഞാൻ പഠിച്ചൊരു കാലഘട്ടമാണ്. ഇപ്പൊ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മറ്റുള്ള മതസ്ഥരായ കുട്ടികളെ നിർബന്ധപൂർവം ഇത്തരം ചെല്ലിക്കുന്നുണ്ടെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതാണ് ഈ വിഷയം. പിന്നെ ഈ മതത്തിന്റെ അടയാളങ്ങൾ, സിംബലുകൾ, പ്രാർത്ഥനകൾ ഇത് സ്കൂളിൽ വേണോ വേണ്ടേ? അങ്ങനെ വരുമ്പോൾ അത് ഒരുപാട് പ്രതലത്തിലേക്ക് പോകും. ഇപ്പൊ ഉദാഹരണം, ആയുധ പൂജന്റെ അന്ന് കുട്ടികൾ സ്കൂളിൽ പുസ്തകം പൂജയൊക്കെ വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കൂളിലെ പല ചടങ്ങിനും നിറവറയും നിലവിളക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. തീർച്ചയായും ശ്രീ ഷാഫി ചാലിയം, അങ്ങനെ പലതരത്തിൽ പല മതപരമായിട്ടുള്ള കാര്യങ്ങളുമായും വിദ്യാർത്ഥികൾക്ക് സഹകരിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് ഏറ്റവും പ്രധാനമാണ്. ഒരു സ്കൂള് തുടങ്ങുന്നതിന്, ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നടക്കുന്ന ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഓരോ സ്കൂളിനും അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട രീതിയിലാണ്. അപ്പോൾ അതൊരു വലിയ അടിച്ചേൽപ്പിക്കലാണ്. അവിടെ തുടങ്ങാം എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത്. അതിന് എവിടെയാണ് അടിച്ചേൽപ്പിക്കൽ? ഇപ്പം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ നടത്തുന്നത് ക്രിസ്ത്യൻ മത സ്ഥാപനങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ക്രിസ്ത്യൻ മത സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആരാ? ക്രിസ്ത്യൻ കുട്ടികളല്ല, ഹിന്ദു മുസ്ലിം കുട്ടികളാണ് കൂടുതലും. അവരെ ഏതെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും പ്രാർത്ഥന ഫോഴ്സ് ചെലുത്തി സമ്മർദ്ദം എത്തി ചെല്ലിച്ചതായിട്ടുള്ള ഒരു അറിവുണ്ടോ? എന്റെ പൊതുജീവിതത്തിനടക്ക് എനിക്ക് അങ്ങനെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അതേപോലെ തന്നെ മുസ്ലിം സ്ഥാപനത്തിൽ പഠിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ വിദ്യാർത്ഥികളെ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന നിർബന്ധിച്ച് ചെല്ലാൻ എവിടെയെങ്കിലും ഫോഴ്സ് ചെയ്ത വിവരമുണ്ടോ? എന്റെ അറിവിലില്ല. അതേപോലെ NSSന്റെയും SNDPന്റെയും അതേപോലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, അതിൽ ഏതെങ്കിലും കുട്ടികൾക്ക് എതിർപ്പുണ്ടായാൽ അത് വാർത്തയാകാം, ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനെ നിർബന്ധിതമായി നടക്കുന്ന ഒരു സാഹചര്യം എന്നതിനപ്പുറം
നമ്മുടെ സ്കൂളുകൾ മതനിരപേക്ഷമാകണം എന്ന ഒരു കാഴ്ചപ്പാടാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് നിർബന്ധത്താലാണെങ്കിലും അല്ലാതെയാണെങ്കിലും അതിന് വിധേയപ്പെടേണ്ടി വരുന്ന മറ്റ് മതങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കണം. അവിടെ പ്രാർത്ഥന വേണ്ട എന്നല്ല പറയുന്നത്, സ്കൂളുകൾക്ക് ഒരു സർവ്വമത പ്രാർത്ഥനയാണ് വേണ്ടത്. അവിടെ വിവിധ മതങ്ങളിലുള്ള കുട്ടികളുള്ള ഇടമായതുകൊണ്ട് അവിടെ സർവ്വമത പ്രാർത്ഥനയാണ് വേണ്ടത് എന്നതാണ് പറയുന്നത്. വിട്ടു നിൽക്കുക എന്നതല്ല, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മുടെ സ്കൂളുകൾ മാറുന്ന സാഹചര്യമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. അല്ല, അതൊക്കെ ഒരു പ്രപ്പോസലായിട്ട് വരട്ടെ, അപ്പോഴല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പം എവിടെയെങ്കിലും ഇതര മതസ്ഥരായ കുട്ടികളെ ഏതെങ്കിലും മതത്തിന്റെ പ്രാർത്ഥന ചെല്ലാൻ നിർബന്ധിച്ചതായ ഒരു വാർത്തയുടെ പശ്ചാത്തലം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് സംസാരിക്കാം. ഇതുവരെ അങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പിന്നെ നിങ്ങൾ നീട്ടി വലിച്ച് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു പോയാൽ ഉത്തരം പറയാനുള്ള ഒരു ആയാസവും ഒരു സാവധാനമൊക്കെ നമുക്കും തരണ്ടേ? നമ്മൾ എന്തിലേക്കാണ് ലക്ഷ്യമിട്ട് ഈ ചർച്ച? വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെക്കുമ്പം അത് എവിടെ വരെ എത്തും? മതത്തിന്റെ അടയാളങ്ങളെ, സിംബലുകളെ, പ്രാർത്ഥനകളെ ഇതൊക്കെ പിന്നെ വിദ്യാലയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ അതിന് പരിധി എന്താണ്? എല്ലാം നമുക്ക് നിർവചിക്കേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം, റെയിൽവേയിൽ പൂജ നടക്കുന്നുണ്ട്. റെയിൽവേ പൂജാ സമയത്ത് റെയിൽവേന്റെ ആ എഞ്ചിനൊക്കെ കുരുത്തോലകളും ഒക്കെ ആയി കെട്ടിയിട്ട് നമ്മൾ കാണാറില്ലല്ലേ? റെയിൽവേന്റെ അതീതതയുള്ള സ്ഥലത്ത് ക്ഷേത്രങ്ങളുണ്ട്. റോക്കറ്റ് വിക്ഷേപണം നടത്തിയിട്ട് പോലും പൂജ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആരെയും വിമർശിക്കാൻ പോകുന്നുണ്ടോ? ഇന്ത്യ രാജ്യം ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്. ഹൈന്ദവ ആചാരങ്ങളും സംസ്കാരങ്ങളും ഇന്ത്യയെ സ്വാധീനിക്കൽ സ്വാഭാവികമാണ്. അതൊന്നും ഇതര മതങ്ങൾക്ക് പരിക്കേൽക്കാത്ത കാലത്തോളം അതൊന്നും വിമർശിക്കാൻ പോവേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ സുചിന്തിതമായ നിലപാട്. മനസ്സിലായോ? ഞങ്ങളെ മേത്തിൽക്ക്, ഞങ്ങളെ സമുദായത്തിന് അപായപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പ്രതികരിക്കല്ല എന്നല്ലാതെ ഒരു ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം നിൽക്കുന്നെടുത്ത് അവരുടെ സ്വാധീനം, അവരുടെ ആചാരം, സംസ്കാരം അതൊക്കെ പലയിടത്തും കണ്ടേക്കും. അതൊന്നും ഇതര മതസ്ഥരെ വേദനിപ്പിക്കാത്തതാണ്, ഇതര മതസ്ഥരെ പ്രകോപിപ്പിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും അത്തരം കാര്യങ്ങളെ എതിർക്കാറില്ല. പിന്നെ ഇവിടെ നിങ്ങൾ ഇപ്പൊ എത്ര ഗൗരവപൂർവ്വം പറയാൻ മാത്രം ഏതെങ്കിലും മതവിശ്വാസങ്ങളെ മറ്റൊരു മതത്തിന്റെ പ്രാർത്ഥന ചെല്ലാത്തതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പീഡിപ്പിക്കുകയോ പുറത്താക്കപ്പെടുകയോ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു പ്രസക്തി ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ലെന്നേ കേരളത്തിൽ. ഇനി ഇല്ലാത്ത ഓരോരോ കാര്യം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോ ഇപ്പൊ പോന്ന പോലൊക്കെ അങ്ങ് പോകട്ടെ എന്നതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താ അറിയോ, ഈ കേരളം നീറുന്ന കുറെ പ്രശ്നങ്ങളില്ല. വിദ്യാഭ്യാസ മേഖല ആകെ തകർന്ന് തരിപ്പണായി കിടക്കാണ്. കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥാപനങ്ങളില്ല, സ്കൂളില്ല, സീറ്റില്ല, ദേശം അനുവദിക്കുന്നില്ല. പറഞ്ഞു കേൾക്കൂ, ഞാൻ പറഞ്ഞ ഒന്നാണ് കേൾക്കൂ. എവിടെയാണ് കുട്ടികൾ പഠിക്കാതിരിക്കുന്നത്? എവിടെ പഠിക്കാൻ? മലപ്പുറം ജില്ലയുടെ സ്ഥിതി എന്താണ്? കോഴിക്കോട് ജില്ലയുടെ സ്ഥിതി എന്താണ്? ഒരു ക്ലാസ്സിൽ 60 കുട്ടികളാണ്. ഇടുക്കിയിലും കോട്ടയത്തൊക്കെ 25 കുട്ടികളാണെങ്കിൽ ഇവിടെ 55ഉം 65 അതല്ലേ പറയണ്ട, അല്ലാണ്ട് കുട്ടികൾ പഠിക്കാതിരിക്കുന്നു എന്ന് പറയരുതല്ലോ. അതല്ല ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലാക്കും. നിങ്ങൾ ദേശം ശ്വാസം പെടാൻ സമയം തരും. ഈ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുകയാണ്. ഒരുപാട് PT അധ്യാപകന്മാരെ ഒഴിവെടുക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇത് എന്ന് തോന്നുന്നുമില്ല ശ്രീ ഷാഫി ചാലിയം. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി സൂംബയുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ തിട്ടൂരങ്ങൾ ഉണ്ടല്ലോ, അതിന് വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടി, ആ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകാനുള്ള ആർജവം വിദ്യാഭ്യാസ വകുപ്പ് കാണിച്ചപ്പോൾ ആ പശ്ചാത്തലത്തിൽ നടത്തിയ ഇന്റർവ്യൂ ആണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ്. അത് വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് മാത്രമേ ഇത് പറയാവൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു, അതിലുള്ള പ്രതികരണം താങ്കളിലേത് ചോദിച്ചു എന്നത് മാത്രമാണ്. ഓക്കെ, ഞാൻ വേറെ നമുക്ക് അതിഥികളുണ്ട്, അവരോട് കൂടി ചോദിക്കണം. താങ്കൾ പറഞ്ഞല്ലോ എന്തായാലും ഇപ്പോൾ കാലിക പ്രസക്തി ഇല്ല വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യത്തിന്. കാലിക പ്രസക്തി ഇല്ല എന്നതാണ് താങ്കളുടെ അഭിപ്രായം എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം പറയാൻ എന്നെ സമ്മതിക്കൂ? എന്നാ പറഞ്ഞു പൂർത്തിയാക്കും. ഈ സൂംബ ഡാൻസുമായി ഒക്കെ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളുണ്ട്, ഒരു കലാലയുണ്ട്. അവിടെ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു പുള്ളിയുണ്ട്. ഈ പുള്ളി മയക്കുമരുന്ന് വിതരണം നടത്തുന്ന ആളാ, എല്ലാവർക്കും അറിയാം. ആ പുള്ളി ഒരു ദിവസം വന്നിട്ട് നല്ല കോലുമുട്ടായി വിൽക്കാൻ വന്നാൽ അയാളിൽ നിന്ന് കോലുമുട്ടായി വാങ്ങാൻ ആളുകൾ ഭയക്കും. അതുപോലെ ഈ സ്കൂളിലേക്ക് ഇത്തരത്തിലുള്ള പുതിയ ചില സംവിധാനങ്ങൾ സർക്കാർ കൊണ്ടുവരുമ്പോൾ നേരത്തെ പല തലതിരിഞ്ഞ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച് പ്രതിഷേധത്തോടെ യു-ടേൺ അടിച്ച സർക്കാർ ഇങ്ങനെ ഓരോന്നേറ്റ് വരുമ്പോൾ ആളുകൾക്ക് ആശങ്ക ഉണ്ടാവും. ആ ആശങ്ക പ്രകടിപ്പിച്ചാൽ ആശങ്ക പ്രകടിപ്പിക്കുന്നവരെ മുഴുവൻ ഭീകരവാദിയും തീവ്രവാദിയാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ ശ്രീ. നാട്ടിലുള്ള ആളല്ല. അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ അത്
ആ വിമർശനം എന്തായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോ ലഹരി മരുന്ന് വിൽക്കുന്നവരുമായാണോ, ലഹരി മരുന്ന് വിൽക്കുന്നവരുമായൊക്കെ സർക്കാരിനെ ഉപമിച്ച് സർക്കാർ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ, ലഹരി മരുന്നിനെതിരായ സർക്കാർ കൊണ്ടുവരുന്ന കാര്യങ്ങളെ ലഹരി മരുന്ന് വിൽക്കുന്നവരുമായിട്ടൊക്കെ ഉപമിക്കുന്നതിന് ഉപമ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. കുട്ടികളെ പരിശോധിക്കണം, കുട്ടികളെ ദേഹപരിശോധന നടത്തണം മാസത്തിൽ ഒരിക്കലെങ്കിലും, എങ്കിലറിയാം ലഹരി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മളുടെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ് ശ്രീ ഷാഫി ചാലിയം. അത് പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ദേഹപരിശോധനയൊക്കെ സ്കൂളുകളിൽ സാധ്യമാകുമോ എന്ന് എനിക്കറിയില്ല. പലതരത്തിലുള്ള പരിശോധനകളുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണ് ലഹരിക്കെതിരായ സന്ദേശം നൽകുന്ന അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു സുംബ. അതിനെ ലഹരി വിൽക്കുന്നവരുടെ കെണിയായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി ഉപമിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ ഫാദർ ശ്രീ ഷാഫി ചാലിയം താങ്കൾ പറഞ്ഞല്ലോ ഇതിപ്പോ കാലിക പ്രസക്തി ഇല്ലാത്ത കാര്യമാണ് എന്നത് താങ്കൾ പറഞ്ഞല്ലോ. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി അറിയട്ടെ. സുപ്രീം കോടതി എടുത്ത വിധി എന്താണ് അങ്ങോട്ട് പറഞ്ഞു കേൾക്കൂ. നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യൻ ഭരണഘടന കൊടുത്ത വില എത്ര എന്ന് മനസ്സിലാക്കണം. ദേശീയ ഗാനം ആലപിക്കാത്തതിന്റെ പേരിൽ യഹോവ സാക്ഷികൾക്കെതിരെ കേസെടുത്തു രാജ്യദ്രോഹത്തിന്. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? വിയോജിക്കാനുള്ള അവകാശം അത് ഇന്ത്യൻ ഭരണഘടന നൽകണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് സർക്കാർ നടപടികളോട് ആരെങ്കിലും വിയോജിച്ചാൽ അവരെ ഉടനെ സസ്പെൻഡ് ചെയ്യുകയും ഭീകരവാദികളാക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇത് ജനാധിപത്യ രാജ്യമാണ്. സർവീസ് ചട്ടങ്ങളിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കില്ലേ ശ്രീ ഷാഫി ചാലിയം? അതിന് ഭീകരവാദിയാക്കി എന്ന് പറയുന്നത് ഏത് നിലയിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വിയോജിപ്പായിരുന്നില്ല, ഒരു ആഹ്വാനമായിരുന്നില്ലേ? ആഹ്വാനമായിരുന്നില്ല. അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. ഇപ്പോൾ അതിന്റെ സമയം അല്ലാത്തതുകൊണ്ടാണ്. ഫാദർ ആന്റണി അറക്കൽ KCBC പ്രതിനിധി കൂടി, KCBC എഡ്യൂക്കേഷണൽ സമിതി പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഫാദർ ആന്റണി അറക്കൽ